പശ്ചിമേഷ്യൻ സംഘർഷം താൽക്കാലിക വെടിനിർത്തലോടുകൂടി തന്നെ ഒതുങ്ങിയെങ്കിൽ പോലും ഇപ്പോഴും അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ ഇറാൻ നടത്തുന്ന ആക്രമണം തെല്ലും അയവില്ലാതെ തന്നെ തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി തന്നെ ഇപ്പോൾ UAE ഉപപ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രിമാരുമായി വലിയ രീതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. UAE-യിലെ എല്ലാ താമസക്കാരും സന്ദർശകരും സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോൾ ഇവിടെ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ ഈ ഒരു കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്തതായി തന്നെയാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. UAE-യിലെ എല്ലാ താമസക്കാരും സന്ദർശകരും സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. UAE-യുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാജ്യങ്ങൾക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ US ഇറാൻ വെടിനിർത്തലിന് ശേഷമുള്ള ആ ഒരു സാഹചര്യങ്ങൾ മന്ത്രിമാർ വിലയിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മേഖലയിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യോജിച്ചുള്ള നീക്കങ്ങൾ ആവശ്യമാണ് എന്നതാണ് ചർച്ചയിൽ ധാരണയായിരിക്കുന്നത്. UAE-ക്കും മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും നേരെ തന്നെ ഇറാൻ നടത്തിയ പ്രകോപനകരമായ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി തന്നെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷൈഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഫോണിൽ ചർച്ച നടത്തുകയാണ് ചെയ്തത്. മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളും സമാധാന ശ്രമങ്ങളുമാണ് ഇതിൽ കൂടുതലായി തന്നെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം തുടരുന്നതിനിടെ തന്നെ ഹോർമുസ് കടൽ പാത പൂർണ്ണമായും അവിടെ സ്വതന്ത്രമാക്കണമെന്ന നിലപാട് ആവർത്തിച്ചുറപ്പിച്ചാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ നീക്കം അത് സാധ്യമാക്കണമെന്ന് വിദേശകാര്യ മന്ത്രി S ജയശങ്കർ ഇപ്പോൾ ഇവിടെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒമാൻ വിദേശകാര്യ മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയതും. ഇന്ത്യൻ മഹാസമുദ്രം സംഘർഷ മേഖലയാക്കരുത് എന്നതാണ് ഒമാൻ ആവശ്യപ്പെടുന്നത്. അതേസമയം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അദ്ദേഹം ഊർജ്ജ സെക്രട്ടറിയെ കാണുകയും ഇന്ത്യക്ക് കൂടുതൽ LPG നൽകുമെന്നും ആണവോർജ്ജ രംഗത്ത് സഹകരിക്കുമെന്നും US ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.